ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, ഞാനും സുഖമായിരിക്കുന്നു. പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനാണ് വന്നത്. നമ്മുടെ ലിത്വാനിയുടെ വർക്കുകൾ, ഇൻ്റർവ്യൂകൾ, കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും 25 പേരുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ 3 പേര് അറ്റൻഡ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു അവരെന്നോട് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് 2 പേര് ഫെയിലായി, ബാക്കിയുള്ളവരെല്ലാം പാസ്സാണ്. അവരെ ഈ ആഴ്ചയല്ല, ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു അവരെ വിളിച്ച് ഓഫീസിൽ വരുത്തുന്നതെന്നൊക്കെ ഞാൻ കേൾപ്പാനിടയായി. ഓക്കെ, അപ്പോൾ അടുത്തവർ ചിന്തിക്കും നിങ്ങളെ 25 പേരെ സെറ്റാക്കിയിട്ടുണ്ട്, അടുത്ത നിങ്ങൾക്കൊരു 3 ദിവസത്തെ ക്ലാസ് തന്നിട്ട് നിങ്ങളുടെ ഇൻ്റർവ്യൂ, അങ്ങനെ നമ്മൾ കൊടുത്തവരെയെല്ലാം അവർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കണക്ക് തന്നെ ജർമ്മൻ വേക്കൻസിയും ലേഡീസിനാണ് മുൻഗണന. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 23 വയസ്സ് മുതൽ 39 വയസ്സുള്ള ലേഡീസിനാണ്. +2 മുതൽ ഡിഗ്രി അതൊക്കെ മേലെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കാണ് അവിടെയും സാധ്യതകൾ. 20% ജെൻസിനാണ്. ഫുൾ ബയോഡാറ്റ കൊടുത്ത ജെൻസിനെ അവർ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ വേക്കൻസികൾ അങ്ങനെ പോകുന്നു. ലേഡീസിന് വീണ്ടും ആരെങ്കിലും ബയോഡാറ്റ തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേഗത്തിൽ ബയോഡാറ്റകൾ തരുക. അതേ കണക്കിന് ലിത്വാനിയിലെ ട്രക്ക് ഡ്രൈവർമാർ ആരെങ്കിലും ഇനിയും ബയോഡാറ്റ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹെവി ഡ്രൈവർമാർ ലിത്വാനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയണം കേട്ടോ. ഇംഗ്ലീഷിലാണ് നിങ്ങളോടുള്ള അവർ നേരിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സൂം ഇൻ്റർവ്യൂ ആണ്. ഓഫീസിൽ വിളിച്ച് വരുത്തി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ലിങ്ക് തന്നായിരിക്കും ഇൻ്റർവ്യൂ. അതുകൊണ്ട് ജർമ്മൻ വേക്കൻസിയും സെലക്ഷൻ ആവുന്നവരെ അവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ജർമ്മനിയിലും പോകാൻ ആഗ്രഹിക്കുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ വേഗത്തിൽ ബയോഡാറ്റ തരിക. പിന്നെ നമ്മുടെ ഇസ്രായേൽ വേക്കൻസിയുടെയും ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഈ മാസം നടക്കാനുള്ള ഇൻ്റർവ്യൂകളും അത് ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനൊരു ദുബായ് വേക്കൻസി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നായിരുന്നു. ദുബായ് വേക്കൻസി അത് ഞാൻ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് പലർക്കും ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകാൻ സർവീസ് ചാർജ് ഒരുപാട് തോന്നുന്നു എന്നുള്ളത് കൊണ്ടും പോകാൻ കഴിയാത്തവർക്കും വേണ്ടിയാണ് ഞാനൊരു സാറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ വേക്കൻസി കൊണ്ടുവന്നത്. അവർ കൺസ്ട്രക്ഷൻ മേഖലയും ഹോട്ടൽ ഫീൽഡുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് ബയോഡാറ്റ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പലരുടെയും ബയോഡാറ്റ എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല, സോറി. കാരണം അറിയാൻ ആയിരക്കണക്കിന് ബയോഡാറ്റ ഞാൻ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, ഒരുപാട് ബയോഡാറ്റ ഞാൻ എടുക്കാത്തതും ഇനിയും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഹോട്ടൽ ഫീൽഡും കൺസ്ട്രക്ഷൻ മേഖലയുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് വേക്കൻസികൾ, ബയോഡാറ്റകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാവർക്കും മാക്സിമം എന്നാൽ പറ്റുന്നത് മൊത്തം ഞാൻ ഫോർവേഡ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ജോലിയുടെ സാധ്യതകൾ അനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് താല്പര്യമുള്ളവരുണ്ട്, താല്പര്യമില്ലാത്തവരുണ്ട്, എല്ലാ രീതിയിലുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലൊന്നും ഞാൻ സർവീസ് ചാർജ് ഇല്ലാത്ത വേക്കൻസി ഞാൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാത്തിൻ്റെതായ നിലയിലുള്ള സർവീസ് ചാർജുകളുണ്ട്. അതുമായിട്ട് പൊരുത്തപ്പെട്ടുവാൻ കഴിയുന്നവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടുവാൻ ശ്രമിക്കുക. പിന്നെ പുതിയ വേക്കൻസി തായ്വാൻ്റെ വേക്കൻസി ഉടൻ തന്നെ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരുപാട് പേർക്ക് അവസരങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഉടൻ തന്നെ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും വേക്കൻസികളുടെ കാര്യങ്ങൾ പറഞ്ഞു. പുതിയ വർഷം പുതിയ വേക്കൻസികളുമായി ഓക്കെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.